അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി സൂറത്തു ഹൂദിലെ 49-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تلك من أنباء الغيب نوحيها إليك ما كنت تعلمها أنت ولا قومك من قبل هذا فاصبر إن العاقبة للمتقين. തിൽക അത് മിൻ അംബാഇൽ ഗൈബി അദൃശ്യ വർത്തമാനങ്ങളിൽ പെട്ടതാണ്, അദൃശ്യ വാർത്തകളിൽ പെട്ടതാണ്. നൂഹീഹ നാം അതിനെ വഹയായി താങ്കൾക്ക് നൽകുന്നു, ഇലൈക്ക താങ്കളിലേക്ക്. മാ കുന്ത തഅലമുഹ താങ്കൾ അത് അറിയുമായിരുന്നില്ല. അന്ത താങ്കളും വല ഖൗമുക താങ്കളുടെ ജനതയും മിൻ ഖബ്ലി ഹാദ ഇതിനു മുമ്പ്. ഫസ്ബിർ അതുകൊണ്ട് ക്ഷമയോടെ സഹനത്തോടെ ഉറച്ചു നിൽക്കുക. ഇന്നൽ ആഖിബത്ത തീർച്ചയായും പര്യവസാനം ലിൽ മുത്തഖീൻ അത് തഖ്വയുള്ളവർക്കാണ്, ദൈവഭക്തർക്കാണ്. ഒന്നുകൂടെ അർത്ഥം പറയും. തിൽക്ക അത് ഏതാണ് ഈ അത് എന്ന് പറഞ്ഞത്? മുമ്പ് പറഞ്ഞ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. മിൻ അംബാഇൽ ഗൈബ് നബ് പറഞ്ഞ വാർത്ത, വർത്തമാനം, അതിൻ്റെ ബഹുവചനമാണ് അംബാ. മിൻ അംബാഇൽ ഗൈബി അവിടെ മീമിട്ടത് എന്തിനാന്ന് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ അല്ലേ? എന്നുള്ള ഉച്ചാരണം, നൂനിൻ്റെ ഉച്ചാരണം കേൾക്കൂല. അൻബായി എന്ന് പറയില്ല, നൂനിന് പകരം മീമായിട്ടാണ് പറയും. അംബായി മിൻ അംബാഇൽ ഗൈബി. ഗൈബ് ഗാബാർന മറഞ്ഞു, മറഞ്ഞ അർത്ഥമാണ്, അദൃശ്യമായത്, അഗോചരമായത് എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹ്ക്ക് മാത്രം അറിയുന്നതാണ് ഈ ഗൈബിയായ കാര്യം എന്ന് പറഞ്ഞാൽ, അദൃശ്യ കാര്യങ്ങൾ. അപ്പോൾ മേൽ പറഞ്ഞതൊക്കെ അദൃശ്യ കാര്യങ്ങളാണ്. നൂഹിഹ അതിന് ഇലേക്ക് താങ്കൾക്ക് ബോധനമായി നാം നൽകി, വഹയായിട്ട് താങ്കൾക്ക് ദിവ്യബോധനമായി താങ്കൾക്ക് നൽകുകയാണ്. ഇതുവരെ അത് ആർക്കും അതിൻ്റെ കൃത്യത, അതിൻ്റെ സ്പഷ്ടത അറിയുമായിരുന്നില്ല. മാ കുന്ത തഅലമുഹ അന്ത വല ഖൗമുക താങ്കളോ താങ്കളുടെ ജനതയോ അത് അറിയുകയില്ല. മിൻ ഖബ്ലി ഹാദാ ഇതിന് മുമ്പ്. ഫസ്ബിർ ആയതുകൊണ്ട് സ്വബറോട് കൂടി നിലനിൽക്കുക. സ്വബർ പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ക്ഷമ എന്നും സഹനം എന്നൊക്കെ നമ്മൾ അർത്ഥം പറയാറുണ്ട്. ഇന്നൽ ആഖിബത്ത പര്യവസാനം ശുഭകരമാവുക, ഗുണകരമാവുക അലിൽ മുത്തഖീൻ തഖ്വയുള്ളവർക്കാണ്, ദൈവഭക്തി ഉള്ളവർക്കാണ്. ഈ ചരിത്രം പറയുന്നത്, നേർക്കുനേരെ പറയുന്നത് ഖുറൈശികളോടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ബോധനം, ഈ വഹയ്, ഈ സൂക്തങ്ങൾ നേർക്കുനേരെ ഓതി കേൾപ്പിക്കുന്നത് ഖുറൈശികൾക്കാണ്. പിന്നെ അത് ഉൾക്കൊണ്ട നമുക്കുമാണ്. ഖുർആൻ്റെ ഒരു സ്വഭാവം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറയാറുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു ലേഖന സമാഹാരമല്ല. ഒരു ലേഖനം ഇങ്ങനെ എഴുതിയിട്ട് വായിച്ചോളൂ, നിയമങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയല്ല. ഒരു പ്രഭാഷണമാണ്, പ്രഭാഷണത്തിൻ്റെ സമാഹാരമാണെന്ന് പറയാം. എന്താ ഈ ലേഖനവും പ്രഭാഷണവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പ്രസംഗവും തമ്മിലുള്ള വ്യത്യാസം? പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം നേർക്കുനേരെ ആൾക്കാരോട് പറയാൻ ആളുകൾ മുമ്പിലുണ്ടാകും. ലേഖനം അങ്ങനെയല്ല, എവിടെയോ എഴുതിയത് എപ്പോഴും ആർക്കും വായിക്കാം. പ്രസംഗം അങ്ങനെയല്ല, നേർക്കുനേരെ കേൾക്കുക, അഭിമുഖീകരിക്കുക. ഇവിടെ അല്ലാഹു തആല നേർക്കുനേരെ മനുഷ്യവർഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് പ്രവാചകന്മാരിലൂടെ മനുഷ്യന്മാരെ കേൾപ്പിക്കുകയാണ്.
അപ്പോൾ ഇവിടെ തിൽക മിൻ അംബാഇൽ ഗൈബി, മേൽ പറഞ്ഞത്, തിൽക്കന അത്, മേൽ പറഞ്ഞ കാര്യം, മിൻ അംബാഇൽ ഗൈബി, ഗൈബിയായ അദൃശ്യമായി. ഇതുവരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയുമായിരുന്നില്ല, ഖുറൈശികൾക്കും അറിയുമായിരുന്നില്ല. എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുറൈശികളെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്രം കേൾപ്പിക്കുന്നത്? എന്തിനാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നത് അങ്ങ് നൂഹ് നബിയുടെ സ്ഥാനത്താണ്. ഇവിടെ അങ്ങ് നൂഹ് നബിയുടെ സ്ഥാനത്താണ്. നൂഹ് നബിക്ക് കൂടുതൽ ആളൊന്നും വിശ്വസികളായി ലഭിച്ചിട്ടില്ല, എന്നിട്ടും അദ്ദേഹമാണ് വിജയിച്ചത്, ഭൗതികമായ അർത്ഥത്തിലും ആത്മീയമായ അർത്ഥത്തിലും. ആരാ ജയിച്ചത്? നൂഹ് നബി അലൈഹിസ്സലാം. പരാജയപ്പെട്ടതാരാണ്? അദ്ദേഹത്തെ എതിർക്കുകയും അദ്ദേഹത്തെ നിഷേധിക്കുകയും അദ്ദേഹത്തിൻ്റെ എതിർ ശത്രുക്കളായി തീരുകയും ചെയ്ത തൻ്റെ ജനതയാണ് നശിച്ചു പോയത്. ഇത് മുഹമ്മദ് നബി ഉൾക്കൊള്ളണം. ജയം, അന്തിമ വിജയം മുഹമ്മദ് നബിക്ക് തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികളായ ഖുറൈശികൾ ഉൾക്കൊള്ളണം. അവർക്ക് ഓതി കേൾപ്പിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാമയുടെ വെള്ളത്തിൽ മുങ്ങി മരിച്ച ജനങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. അതേപോലെ മുഹമ്മദ് നബിനോട് ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് ഗുരുതരമായ ഗൗരവമായ ശിക്ഷയായിരിക്കുമെന്ന് അവർ ഉൾക്കൊള്ളണം. അതിനാണ് ഈ കഥ പറയുന്നത്, തിൽക മിൻ അംബാഇൽ ഗൈബ്. ഈ അദൃശ്യമായ വർത്തമാനങ്ങളൊക്കെ ഇതുവരെ അദ്ദേഹത്തിന് അറിയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ് ഈ കാര്യം. ഇതാണ് ഇതിൻ്റെ നിജസ്ഥിതി. ചിലപ്പോൾ ഊഹാപോഹങ്ങൾ, പഴയ കഥകളും ചരിത്രങ്ങളൊക്കെ എല്ലാ ഒരു വലിയ പ്രളയത്തെ സംബന്ധിച്ച് എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുണ്ട്, ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. മുമ്പ് കാലത്തൊരു മഹാപ്രളയം ഈ ലോകത്തെ ഗ്രസിച്ചിട്ടുണ്ട്, ബാധിച്ചിട്ടുണ്ടെന്ന കാര്യം എല്ലാ രാജ്യത്തും ഉണ്ട്. അത്ര ഇങ്ങനെ ചില ഐതിഹ്യങ്ങൾ. ഇതിൻ്റെ നിജസ്ഥിതി അല്ലാഹു തആല ഖുർആനിലൂടെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. മറ്റേ ഇങ്ങനെ വായ്മൊഴിയായിട്ട് വന്ന് കിട്ടിയ വിവരങ്ങളാണ്. തിൽക മിൻ അംബാഇൽ ഗൈബ്, അതൊക്കെ അദൃശ്യമായ വർത്തമാനങ്ങളിൽപ്പെട്ടതാണ്. നൂഹിഹാ ഇലൈക, താങ്കൾക്ക് നാം അതിനെ വഹയായിട്ട് തരികയാണ്. വഹയി നൽകും. വഹയി നൽകുന്നതിന് ചില രീതികളൊക്കെ ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സ്വകാര്യമായി മറ്റാരും അറിയാത്ത വിധത്തിൽ ബോധനം നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം. മാ കുൻത തഅലമുഹ, മാ കുൻത തഅലമുഹ, താങ്കൾക്ക് അറിയുമായിരുന്നില്ല, താങ്കൾക്ക് അറിയില്ല. അന്ത വലാ ഖൗമുക, താങ്കൾക്കും അറിയില്ല, താങ്കളുടെ ജനതക്കും അറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. എന്താണ് സംഭവം എന്നുള്ളത് ചില ഐതിഹ്യങ്ങളൊക്കെ ക്രൈസ്തവ പുരാണങ്ങളിലൂടെയൊക്കെ അറിയാം. അതിൻ്റെ നിജസ്ഥിതി, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രളയമുണ്ടായി, ജനങ്ങൾ നശിച്ചു എന്നുള്ളതിനുള്ള കാരണം എന്താണ്? പ്രവാചകൻ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കടുത്ത വിരോധികളായി മാറുന്ന അവസ്ഥയാണ് ജനങ്ങൾക്കുണ്ടായത്. അത്രയും വലിയ ദ്രോഹികളായി അവർ മാറിയപ്പോൾ അള്ളാഹുവിന് തോന്നി, എൻ്റെ ഭൂമിയിൽ എന്നെ അംഗീകരിക്കുന്നവർ മതി, എൻ്റെ ഭൂമിയിൽ എന്നെ അംഗീകരിക്കുന്നവർ മതി. വീട്ടുകാർ പറയാറുണ്ട്, ചിലപ്പോൾ രക്ഷിതാക്കൾ പറയാറുണ്ട്, ഞാനാണ് ഇവിടെ ചിലവ് നടത്തുന്നത്, ഞാൻ പറഞ്ഞത് കേൾക്കണമല്ലോ, ഇവിടെ നിന്നാൽ മതി. അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കണമല്ലോ മതി, അത് അംഗീകരിക്കാൻ പറ്റിയെങ്കിൽ നിന്നാൽ മതി. ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയും അനുസരണക്കേട് കാണിക്കുമ്പോൾ, അല്ലേ, പറയേണ്ടി വരും. ചിലപ്പോൾ മക്കളോട് പറയും, ഈ വീട് നടത്തുന്നത് ഇവർക്ക്, നിങ്ങൾക്കൊക്കെ ഭക്ഷണം, അന്നമുണ്ട്, അള്ളാഹ് നൽകുന്ന അന്നം ഞാൻ പണിയെടുത്തിട്ടാണ് എൻ്റെ കയ്യിൽ കാശ് കിട്ടുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിക്കേണ്ടി വരും. ഇത് സ്വാഭാവികമായി മനുഷ്യനിലടക്കമുള്ളൊരു വികാരം. അല്ലാഹു തആല ഈ ലോകത്തെ സംവിധാനിച്ച് മനുഷ്യനെ മുഴുവനും ഇവിടെ സൃഷ്ടിച്ച് അവൻ റബ്ബായിട്ട് അവരെ തന്നെ പരിചയപ്പെടുത്തിയിട്ട് മനുഷ്യന്മാർ ധിക്കാരം ചെയ്താൽ അവരെ നശിപ്പിക്കണം എന്നുള്ള തീരുമാനിച്ച് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ കാര്യം നാം താങ്കൾക്ക് അന്ന് നൂഹ് നബിൻ്റെ കാലത്തുള്ള ഇറാഖ് പരിസരങ്ങളിൽ മാത്രം, വേറെ പ്രദേശങ്ങളിലൊന്നും ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. അതെ, ആ തലമുറയിൽപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രദേശങ്ങളിലാണ്, അതായത് ഇറാഖ്, തുർക്കി, സിറിയ, ജോർഡാൻ, ഇതൊക്കെ അടുത്തടുത്ത ആ പ്രദേശങ്ങളിലാണ് എന്നാണ് തഫ്സീറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജനവാസമുള്ളത്. പിന്നെയാണ് ലോകത്ത് ജനങ്ങൾ ഇങ്ങനെ വ്യാപിച്ച് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു അലം. ലോകം മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് പറയും, പക്ഷേ ആ ജനങ്ങൾ പല പ്രദേശങ്ങളും ഇന്നും ജനവാസമില്ലാത്ത മേഖലകളുണ്ടല്ലോ. അപ്പോൾ അന്ന് ജനവാസമുള്ള മേഖലകൾ കുറവാണ്. ആ പ്രദേശത്താണ് വെള്ളപ്പൊക്കം ഉണ്ടായത്.
സ്ഥലത്ത് ജനവാസമില്ല. അതാണ്. അപ്പോൾ ജനവാസമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായാൽ മതിയല്ലോ വെള്ളപ്പൊക്കം. അള്ളാഹുവിന് അറിയാം. തലമുറ എത്രാമത്തെ അറിയില്ല. ആദം നബിയും നൂഹ് നബി അലൈഹി സ്വലാമയും തമ്മിൽ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ. അത്രയൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിൽക്കാലത്തായിരിക്കും വ്യാപിച്ചിരിക്കുക. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ നമ്മൾ ഈ താമസിക്കുന്ന ഈ പ്രദേശമൊക്കെ അടുത്ത കാലത്താണല്ലോ ആൾപ്പാർപ്പുള്ളതായി മാറിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും. ആ പ്രദേശത്ത് തന്നെ അന്ന് നശിച്ചിട്ടുള്ളൂ എന്നാണ് നമുക്ക് പരിഭാഷകളിൽ നിന്നും തഫ്സീറുകളിലൊക്കെ വായിച്ചാൽ മനസ്സിലാക്കുക. അവിടെ ഉണ്ടായിരുന്നുള്ളൂ ജനവാസം. മാ കുന്ത തായലമുഹ, താങ്കൾക്ക് അത് അറിയുമായിരുന്നില്ല. താങ്കൾക്കും അറിയില്ല, വല ഖൗമുക, താങ്കളുടെ ജനതക്കും അറിയില്ല. ഇപ്പോൾ താങ്കൾക്കും താങ്കളുടെ ജനതക്കും മനസ്സിലായി. ഇതിൽ മുഹമ്മദ് നബിയുടെ വിജയം പ്രവചിക്കുകയാണ്. അതുപോലെ തന്നെ എതിരാളികളുടെ, പ്രതിയോഗികളുടെ നാശം അവർ പ്രവാചകരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്കും അനുഭവിക്കേണ്ടി വരുമെന്ന് ഉണർത്തുകയാണ്. മീൻ ഖബലി ഹാദ, ഇതിനു മുമ്പ് താങ്കൾക്കത് അറിയുമായിരുന്നില്ല. ഫസ്ബിർ സ്വബിറോട് കൂടി നിലനിൽക്കുക എന്നാണ്. സ്വബിർ പറഞ്ഞാൽ സ്വബറാന വാക്കിനർത്ഥം ഉറച്ചു നിൽക്കുക എന്നാണ്. അതിൽ സഹനവും ക്ഷമയൊക്കെ വരും. അങ്ങനെ ഉറച്ചു നിൽക്കുക. എന്നാൽ ആഖിബത്ത ലിൽ മുത്തഖീൻ, എൻ്റെ വാക്ക് നമുക്കറിയാം. ആഖിബത്ത്, ഇഖാബ് എന്നുള്ള പദങ്ങളൊക്കെ ഖുർആൻ പ്രയോഗിച്ചത് ഒരു പ്രവർത്തനത്തിൻ്റെ പര്യവസാനമായി അതിന് കിട്ടുന്ന ഫലമാണ് ആഖിബത്ത്. എന്നാൽ ആഖിബത്ത് ഗുണകരമാവുക ലിൽ മുത്തഖീൻ, അത് മുഅ്മിനുകൾക്കായിരിക്കും. ഇതിൻ്റെ അവസാനം എന്താന്ന് നമുക്ക് കാണാലോ നമ്മൾ പറയാറുണ്ട്. സത്യത്തിൻ്റെ ആളുകൾ ജയിക്കും, അസത്യത്തിൻ്റെ ആളുകൾ പരാജയപ്പെടും. ഇവിടെ മുത്തഖീങ്ങൾക്കാണ് പര്യവസാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളാണ് ശേഷിക്കുക, മുത്തഖീങ്ങൾക്കാണ് അന്തിമ വിജയം ലഭിക്കുക എന്നാണ് ഉണർത്തുന്നത്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. തിൽക മിൻ അംബാഇൽ ഗൈബി, അതൊക്കെയും അദൃശ്യമായ കാര്യങ്ങളിൽ പെട്ടതാണ്. നൂഹിഹ ഇലൈക, താങ്കൾക്ക് നാം അതിനെ വഹയായി നൽകുന്നു. മാ കുന്ത തഅലമുഹ അൻത വലാ ഖൗമുക, താങ്കളോ താങ്കളുടെ ജനതയോ ഇതറിയുമായിരുന്നില്ല. മീൻ ഖബലി ഹാദ, ഇതിന് മുമ്പ്. ഫസ്ബിർ, അതുകൊണ്ട് താങ്കൾ ഉറച്ചു നിൽക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഈ ഖുറൈശികളുടെ എതിർപ്പും വിരോധമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. നൂഹ് നബിയുടെ ചരിത്രം ഓർമ്മിക്കുക, താങ്കൾ ഉറച്ചു നിൽക്കുക. അന്തിമ വിജയം മുത്തഖീങ്ങൾക്കായിരിക്കും. അന്തിമ വിജയം താങ്കൾക്കും താങ്കളുടെ കൂടെ അടിയുറച്ച് നിലകൊള്ളുന്നവർക്കുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب